എന്ന് പറയുന്നത് ബേസ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കും ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. റെക്കോർഡ് ക്ലാസ്സുകളാണ് നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇന്റർവ്യൂക്ക് പോയപ്പോൾ നമ്മുടെ ഇവർ പ്രിപ്പയർ ചെയ്ത ഒരു 90% ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ നിന്നും ചോദിച്ചത്. ഇയർലി 3 lakhിനടുത്ത് വരുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് ടൈമിൽ നമുക്ക് സെയിം സാലറിന്. ഇന്നത്തെ കരിയർ ടോക്ക് എന്നോടൊപ്പം ഉള്ളത് ഷിഫ്നയാണ്. ഷിഫ്ന, വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പോൾ ഷിഫ്നയ്ക്ക് തന്നെ ഷിഫ്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ ഷിഫ്ന. ഞാൻ വരുന്നത് ഇവിടെ അക്കിക്കാമെന്നാണ്. ഇപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഇവിടെ അവോധയിൽ അറ്റൻഡ് ചെയ്ത്. ഇപ്പോൾ ഞാനിവിടെ ട്രെയിനിങ് സ്റ്റാഫായിട്ട് നൈൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഷിഫ്ന ഇവിടെ നൈൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കണല്ലോ ഏത് കോഴ്സാണ് പഠിച്ചിരുന്നത്? ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. എന്താ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അറിഞ്ഞു, അതിൽ ജോയിൻ ചെയ്തു. പിന്നെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എടുക്കും. അങ്ങനെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്. ഓക്കെ, +2 ഏത് സ്ട്രീമാണ് ചെയ്തിരുന്നത്? ഞാൻ ബയോസയൻസ്. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സ് എടുത്തു. അപ്പോൾ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞു? എങ്ങനെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സ് അന്വേഷിക്കുന്ന ടൈമിൽ അവോധയെ പറ്റി എങ്ങനെ അറിഞ്ഞു? അത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോൺടാക്ട് ചെയ്തു. അവർ അങ്ങനെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നു. അങ്ങനെ എടുത്തു. അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് അവോധയിൽ ചൂസ് ചെയ്തിട്ട് അവോധയിലെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ ഓൺലൈനാണ്, റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാവുന്ന ആ ഒരു വർത്തായിരിക്കുമെന്ന് തോന്നി. പക്ഷെ ജോലി കിട്ടുമെന്ന് ഉറപ്പൊന്നും ഉണ്ടാവില്ല. പോവുകയാണെങ്കിലും 2,800 പോകുന്നു. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ചെയ്തതാണ്. ഇന്റേൺഷിപ്പ് കിട്ടിയപ്പോൾ ഓക്കെ. ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സ് അവോധയിൽ എടുക്കുന്ന ടൈമിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം തിരക്കിയിരുന്നോ? ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നോ? തിരക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അവരൊക്കെ നോർമലി എത്ര ഫീസൊക്കെ പറഞ്ഞിരുന്നത്? അവർ 25 ഒക്കെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. നമ്മളത് ഈ ഇപ്പോഴത്തെ ഫീസിൽ നോർമൽ നമ്മുടെ ഇന്ത്യയിൽ പോകാവുന്നതായിട്ടുള്ളൂ. പക്ഷേ പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഷിഫ്ന ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷനിലാണ് അവോധയിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഷിഫ്നയുടെ ഫ്രണ്ട്സിന് വേണ്ടി അവോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അവോധയിൽ ഓവറോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ അവരോട് പറയാനുള്ളത്? ഞാൻ ഇതിനെ പറ്റി അറിയുന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്.
അവിടെ ഇങ്ങനെ ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തപ്പുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങനെ സജസ്റ്റ് ചെയ്തു അവോയ്ഡ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്ലേസ്മെൻറ്റ് ആണ് ഇന്റേൺഷിപ്പിന് കയറിയെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എവിടുന്നാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ സജഷൻസ് കൊടുക്കാറുണ്ട് അവോയ്ഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഷിഫിനെ, അപ്പം ഇത്ര ടൈം നോക്കുന്നുണ്ട്, വർക്കിംഗ് അവർ ആയിരുന്നു, വർക്കിംഗ് അവർ മാറ്റി വെച്ചിട്ട് ഇത്ര ടൈം നോക്കിക്കൊണ്ട് സ്പെൻഡ് ചെയ്യുന്ന വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്.